ഇത് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നോൺ വെജ് പോലെ തോന്നുന്നുണ്ടെങ്കിലോ ഇത് നോൺ വെജ് ഒന്നുമല്ല, പ്യുവർ വെജാ. എൻ്റെ വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതൽ കാണാറുള്ള കമൻറ്റുകളുടെ കൂട്ടത്തിൽ ഒരു കമൻറ്റാണ് എന്നെ കൊണ്ട് എപ്പോഴെങ്കിലും പച്ചക്കറി മാത്രം കഴിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആ കമൻറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ദിവസം മുൻപേ രാവിലെ മുതലേ ഞാൻ പച്ചക്കറി കഴിച്ചു. അത് പിന്നെ വീട്ടിലാക്കിയ സാധാരണ ഫുഡേനുവേ. അപ്പോൾ അന്നേ ദിവസം വൈകുന്നേരം ഞാൻ പുറത്തുനിന്ന് കഴിച്ച വെജിറ്റേറിയൻ ഫുഡിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ നോൺ വെജ് പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മട്ടണും ചിക്കനും ബീഫെല്ലാം കടിച്ച് പറിക്കുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ വിട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റ് ഇതിൻ്റെ അകത്തില്ല. ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആൻഡ് ഓൺലി ഫോർ വെജിറ്റേറിയൻ ഫുഡ് ലവേഴ്സാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ? അങ്ങനെ ഈടെ എത്തി കൈയെല്ലാം കഴുകി ആടെ ഇരുന്ന് കൈയെല്ലാം തോർത്തിയ ശേഷം ഞാൻ ആദ്യം ഇരുന്ന് കഴിച്ചത് ഈ പനീർ ടിക്കയാണ്. എത്രയോ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഗ്രിൽഡ് പനീർ കഴിക്കുന്നത്. നല്ല സോഫ്റ്റാണ് കട്ടി പനീർ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അതാ മിൻ ചട്നിയിലെല്ലാം മുക്കിയിട്ട് കഴിച്ച് ഒരു രക്ഷയുണ്ടായിട്ടില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പനീർ അങ്ങനെ നാക്കി തുടച്ച് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഐറ്റംസ് ഓർഡർ ചെയ്തു. അതിലൊരു ഗാർലിക് റൊട്ടി ഉണ്ട്. അത് കൂട്ടി കഴിക്കാനായിട്ട് വെജ് കോലാപ്പൂരി ഉണ്ട്. പിന്നെ റൈസ് ആയിട്ടായിട്ട് വെജിറ്റബിൾ പുലാവും ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കഴിച്ചത് വെജ് കോലാപ്പൂരിയും പിന്നെ ഗാർലിക് റൊട്ടിയാണ്. ഗാർലിക് റൊട്ടി ഒരു സൈഡ് പോലും ഏടിയും കരിഞ്ഞിട്ടേ ഉണ്ടായില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് അത് ചുട്ടെടുത്തിട്ടുണ്ടേനു അവർ. ആ കോലാപ്പൂരി മാത്രം കഴിക്കുമ്പോൾ നെഞ്ചെരിച്ചിൽ ഉണ്ടാവുമോ എന്ന് മേടിച്ചിട്ട് ഒരു ധൈര്യത്തിന് നമ്മളെ ആ റൈസിൻ്റെ കൂടെ, അതായത് പുലാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അവർ തന്ന റൈറ്റ് ഇല്ലേ, അത് ലേശം എടുത്തിട്ട് പ്ലേറ്റിൻ്റെ സൈഡിലാടെ ഒഴിച്ചിനെ. എന്നിട്ട് ഗാർലിക് റൊട്ടിയും കോലാപ്പൂരിയും കൂടെ ചേർത്ത് പിടിച്ച് ആദ്യം. അതിന് ശേഷം പിന്നെ കോലാപ്പൂരീൻ്റെ കൂടെ ഗാർലിക് റൊട്ടി തന്നെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ച് ആ റൈത്തയിൽ മുക്കിയിട്ടും കഴിച്ചിന്. പിന്നെ മെല്ലെ ഈ പുലാവ കഴിച്ചത്. പുലാവ് നമ്മളെ നാട്ടിൽ തന്നെ പല സ്റ്റൈലിലാണ് കൊടുക്കാറ്. ചില സ്ഥലത്ത് പൈനാപ്പിളെല്ലാം ഉണ്ടാവും. ഇവിടെ പൈനാപ്പിളൊന്നും ഉണ്ടായിട്ടില്ല. ക്യാരറ്റ് ഉണ്ടേനും കോളിഫ്ലവർ ഉണ്ടേനും അണ്ടിപ്പരിപ്പ് ഉണ്ടേനും ഗ്രീൻ പീസ് ഉണ്ടേനും പിന്നെ മറ്റേ കറാമ്പും പട്ടയെല്ലാം ഉണ്ടല്ലോ. പട്ടയെല്ലാം ഇഷ്ടംപോലെ ഉണ്ടേനു. സംഭവം ടേസ്റ്റ് ഉണ്ടേനും കേട്ടോ. കാണാൻ വലിയ ലുക്ക് ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. ഈ പുലാവ് കുറച്ചും കൂടി ഒരു വൈറ്റിഷ് കളറാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവം കൊള്ളാം, ടേസ്റ്റ് ഉണ്ടേനും. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കറുകപ്പട്ടയും മറ്റേ പട്ട ഏലക്കായെല്ലാം ഉള്ളതുകൊണ്ട് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കഴിക്കാൻ കുറച്ച് പണിപ്പെട്ടിന്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ആ പുലാവ് കഴിച്ചതിന് ശേഷം വേറൊരു ഐറ്റം ഓർഡർ ചെയ്തിന്. ഒരു സ്റ്റഫ്ഡ് കുൽച്ച. ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നത്. ആ കറി കുറേ ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ അത് തീർക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് ആ സ്റ്റഫ്ഡ് കുൽച്ച. വെറുതെ നമ്മൾ കുറ്റം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം നല്ല അടിപൊളിയാണ്. അതിന് ശേഷം ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തു. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കഴിച്ച ഈ വെജ് സിസ്ലർ. 285 ഈ വെജ് സിസ്ലറിൻ്റെ റേറ്റ് കേട്ടോ. ഈ സിസ്ലർ കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ അകത്ത് ആ റൈസ് കണ്ടോ? റൈസിന് പകരം ഇവർ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ആണ് പോലും കൊടുക്കാറ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട, അതിന് പകരം നിങ്ങൾ ഒരു പോർഷൻ റൈസ് തരുമെങ്കിൽ ഐ ബി മോർ ദാൻ ഹാപ്പി എന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ റൈസ് തരാമല്ലോ എന്ന്. അങ്ങനെ ബട്ടറിൽ സോട്ട് ചെയ്ത റൈസ് ഉണ്ടായിരുന്നു, ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെജീസ് ഉണ്ടായിരുന്നു, സ്റ്റീംഡ് മഷ്റൂം സോസ് ഒഴിച്ചിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റിന് പകരം എന്തോ വെജിറ്റബിൾ അരച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു സാധനം ഉണ്ടായിരുന്നു. സംഭവം കൊള്ളായിരുന്നു. പക്ഷേ ആ സോസിന് എന്തോ ഒരു മടുപ്പിക്കുന്നൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ റൈസും വെജിറ്റബിൾ ഫ്രൈ ചെയ്തിട്ട് എടുത്ത സാധനമെല്ലാം സംഭവം കൊള്ളായിരുന്നു. പിന്നെ ബോയിൽഡ് വെജീസ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചത്. ഇത് ഈ റെസ്റ്റോറൻ്റ് അല്ല, ഇത് ഹോട്ടലിൻ്റെ ലോബിയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ബേബി ബീച്ചില്ലേ, ബേബി ബീച്ചിൻ്റെ തൊട്ട് സൈഡിലുള്ള മാസ്കോട്ട് ബീച്ച് റിസോർട്ടാണ്. ആടുന്ന് അങ്ങനെ വളരെ ലൈറ്റായിട്ട് മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയേ. ഏകദേശം ഒരു 7:30 ആകുമ്പോൾ. എന്നിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. പക്ഷേ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചില്ല. ഇത് ഞാൻ അവിടെ കയറുന്നതിന് മുമ്പേ ഏകദേശം ഒരു 5:30 സമയത്ത് ഒരു സ്പോട്ടിൽ ഷെയ്ക്ക് കുടിക്കാൻ പോയിന്. അതിൻ്റെ വീഡിയോ. കണ്ണൂർ ടൗൺ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള ഇളനീർ ഷേക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് ഇതാണെന്ന് കേട്ടിട്ടാണ് ഞാനിവിടെ പോയത്. 100 രൂപക്ക് ഇവിടെ 2 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഇളനീർ കടി എന്ന് പറഞ്ഞ ഐറ്റവും പിന്നെ ഒരു ഇളനീർ റോസ്റ്റഡ് എന്ന് പറഞ്ഞ വേറൊരു ഐറ്റവും. അതിൽ ഇളനീർ കടി എന്ന് പറഞ്ഞ ഷേക്കിൽ വരുന്നത് നല്ല കട്ടിയിൽ ഇളനീർ ഷേക്ക് കുടിക്കുമ്പോൾ കടിക്കാനായിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ബദാം ഇടും പിന്നെ അണ്ടിപ്പരിപ്പ് ഇടും കേട്ടോ. 2 ലെയറിലായിട്ട് ഇടുക. സാധാരണ നമ്മളെ കണ്ണൂർ ടൗണിൽ കിട്ടുന്ന വെള്ളം പോലത്തെ ഇളനീർ ഷേക്കല്ല കേട്ടോ എടുത്തത്. കുറച്ച് നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. പിന്നെ കുടിക്കുമ്പോൾ കടിക്കാനായിട്ട് ബദാമും അണ്ടിപ്പരിപ്പിലും ഉണ്ട്. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് മെല്ലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5, 6, 7, 8 സിപ്പിൽ അങ്ങോട്ട് കുടിച്ച് തീർത്ത ശേഷം നെക്സ്റ്റ് ഐറ്റം പറഞ്ഞു. അതാണ് ഈ ഇളനീർ റോസ്റ്റഡ്. ഇത് ഇളനീർ ഷേക്കിൽ നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി അണ്ടിപ്പരിപ്പില്ലേ, അതിട്ടിട്ട് തരുന്നതാണ് ഇത്. ഇതിന് 100 രൂപയാണ്, മറ്റേന് 100 രൂപ. ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടേ നിങ്ങൾ? ഈ ഷേക്കാണ് മറ്റേനേക്കാളും എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഷേക്ക് കുടിച്ചതിന് ശേഷം മൂന്നാമത് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്ത്. ഇതിൻ്റെ അകത്ത് 0 ഷുഗറാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ്. അജ്വ ഡേറ്റ്സ് ഇല്ലേ, അജ്വ ഡേറ്റ്സും ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയെല്ലാം കുറേ ഇട്ടിട്ടുള്ള ഷേക്ക്. 160 രൂപയാണ് ഈ അജ്വ മിക്സഡ് നട്ട്സ് എന്ന് പറഞ്ഞ ഈ ഷേക്കിൻ്റെ റേറ്റ്. നല്ല ഹെവി ആയിട്ടുള്ള ഷേക്കാണ് ഇത്.
പഞ്ചസാര ഇടാണ്ട് തന്നെ എനക്കിഷ്ടപ്പെട്ടനെ. ചില സ്ഥലത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് 450 550 എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്ന ഷെയ്ക്കില്ലേ, അതിനേക്കാളും എത്രയോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഈ സ്പോട്ടഡ് എന്ന് പറഞ്ഞുതരാം, നമ്മളെ കണ്ണൂർ ബല്ലാട് റോഡിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ സൈഡിലുള്ള ഈ സ്മൂത്തിഫൈയ. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ നേരെ മാസ്കോട്ടിലേക്ക് പോയത്. അങ്ങനെ മാസ്കോട്ടിൽ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവരവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നു, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വെജ് അവർ ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ച്, നീ കഴിച്ചിട്ടാണ് വന്നതെന്ന്. ഞാൻ പറഞ്ഞു, അല്ല കഴിച്ചിട്ടില്ല, ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന്. എന്നാൽ പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ അവർ ഏതോ ഒരു പ്രകൃതി ഭക്ഷണശാലയുണ്ട് നമ്മളെ തളാപ്പേരിയയിൽ. അവിടുന്നാണ് ഒരു മേത്തി പറാത്തിയും വാങ്ങിച്ചു. പിന്നെ ദാൽ വാങ്ങിച്ചത് ഇടുന്ന കെബേൻ ബാമ്പൂല്ലേ തളാപ്പിൽ, ആടുന്നാണ്. പിന്നെ പനീർ ബട്ടർ മസാലയും വാങ്ങിച്ചിരുന്നു. പനീർ ബട്ടർ മസാല ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ, ഭയങ്കര മധുരമില്ലായിരുന്നു. പിന്നെ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വാങ്ങിച്ചിരുന്നു. വെജിറ്റബിൾ ഫ്രൈഡ് റൈസും എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ദാൽ കുഴപ്പമില്ല. പിന്നെ ആ മേത്തി പറാത്തിയും കുഴപ്പമില്ലേനും. പിന്നെ അവരെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കോളിഫ്ലവറിൻ്റെ ചില്ലി ഗോബി ഉണ്ടായിരുന്നു, ആ പ്രകൃതി ഭക്ഷണശാലയിൽ നിന്നാക്കിയ, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, വേറെ ഒന്നുമില്ല.